Good morning to all. In the previous class we learned about meaning of branding. Today I am going to teach brand equity. What is meant by brand equity? Brand equity is the sum total of values, assets and liabilities generated by branded product over a period of time. അതായത് ബ്രാൻഡഡ് പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന അസറ്റുകളെയും ലൈബിലിറ്റിയുടെയും സം ടോട്ടലിനെയാണ് നമ്മൾ ബ്രാൻഡ് ഇക്വിറ്റി എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ടൈം ചെല്ലുന്തോറും ആ പ്രൊഡക്റ്റിനെ കുറിച്ച് അതിൻ്റെ വാല്യൂസ് അല്ലെങ്കിൽ അതിൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ അസറ്റ് ലൈബിലിറ്റീനെയൊക്കെ കുറിച്ച് കസ്റ്റമേഴ്സിൻ്റെ മൈൻഡിൽ ഒരു വാല്യൂ ക്രിയേറ്റ് ആവും. അതിനെയാണ് നമ്മൾ ബ്രാൻഡ് ഇക്വിറ്റി എന്ന് പറയുന്നത്. അതായത് ആ പ്രൊഡക്റ്റിൻ്റെ പോസിറ്റീവ്സിൻ്റെയും നെഗറ്റീവ്സിൻ്റെയും ഔട്ട്കമ്മിനെയാണ് നമ്മൾ ബ്രാൻഡ് ഇക്വിറ്റി എന്ന് പറയുന്നത്. ബ്രാൻഡിനെ കുറിച്ച് കസ്റ്റമേഴ്സിൻ്റെ മൈൻഡിൽ ക്രിയേറ്റ് ചെയ്യുന്ന പോസിറ്റീവ്സും നെഗറ്റീവ്സും ആ ഒരു ഇമേജസിനെയാണ് നമ്മൾ ബ്രാൻഡ് ഇക്വിറ്റി എന്ന് പറയുന്നത്. ഒന്നും കൂടി നോക്കാം. ബ്രാൻഡ് ഇക്വിറ്റി ഈസ് ദ സം ടോട്ടൽ ഓഫ് വാല്യൂസ്, മൊത്തത്തിലുള്ള വാല്യൂസ് അല്ലെങ്കിൽ അതിൻ്റെ അസറ്റ് ലൈബിലിറ്റീസ് ജനറേറ്റഡ് ബൈ ബ്രാൻഡഡ് പ്രൊഡക്റ്റ്. ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ എൻ്റർ ചെയ്തതിന് ശേഷം ആ പ്രൊഡക്റ്റിന് ക്രിയേറ്റ് ചെയ്യുന്ന വാല്യൂസ്, കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ ക്രിയേറ്റ് ചെയ്യുന്ന വാല്യൂസിനെയാണ് നമ്മൾ ബ്രാൻഡ് ഇക്വിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് റെഫേർഡ് ടു ആസ് ദ അഡീഷണൽ എമൗണ്ട് ഓഫ് മണി കൺസ്യൂമേഴ്സ് ആർ വില്ലിംഗ് ടു പേ ഫോർ എ ബ്രാൻഡ് കമ്പയർഡ് ടു അതർ ബ്രാൻഡ്സ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ 15,000 കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു നല്ല ഫോൺ കിട്ടും ഇല്ലേ? പക്ഷേ ഇപ്പോൾ 18 അല്ലെങ്കിൽ 20,000 ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആപ്പിളിൻ്റെ നല്ല ഫോൺ കിട്ടും. അപ്പം നമ്മൾ വാങ്ങാൻ പോകുമ്പോൾ ഏതാണ് പ്രിഫർ ചെയ്യുക? ആപ്പിളിൻ്റെ ഫോൺ. അതാണ് ഈ പറയുന്നത് ഇറ്റ് റെഫേഴ്സ് ടു ദി അഡീഷണൽ എമൗണ്ട്. അതായത് 15,000 കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു നല്ല ഫോൺ കിട്ടും. പക്ഷേ 18,000 20,000 ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആപ്പിളിൻ്റെ നല്ല ഫോൺ വാങ്ങാൻ കിട്ടും. അപ്പോൾ 15 18 തമ്മിലുള്ള ഡിഫറൻസ് അതിനാണ് അഡീഷണൽ എമൗണ്ട് എന്ന് പറയുന്നത്. It is the additional amount of money consumers are willing to pay for a brand compared to other brand. ബാക്കി ബ്രാൻഡുകളെ അപേക്ഷിച്ച് കസ്റ്റമേഴ്സ് അഡീഷണലായിട്ട് കൊടുക്കാൻ റെഡി ആയിട്ടുള്ള ആ ഒരു എമൗണ്ടിനെയാണ് നമ്മൾ ബ്രാൻഡ് ഇക്വിറ്റി എന്ന് പറയുന്നത്. അതായത് നല്ലൊരു ബ്രാൻഡ് ഇമേജുള്ള കമ്പനിക്കാർക്ക് അഡീഷണൽ എമൗണ്ട് കൊടുത്താലും കൺസ്യൂമേഴ്സ് പ്രൊഡക്റ്റ് വാങ്ങാനായിട്ട് വില്ലിങ് ആയിരിക്കും. അപ്പോൾ ഒരു കസ്റ്റമേഴ്സിൻ്റെ മൈൻഡിൽ ക്രിയേറ്റ് ചെയ്യുന്ന ആ ബ്രാൻഡിനെ കുറിച്ചുള്ള പോസിറ്റീവും നെഗറ്റീവ് ആസ്പെക്റ്റുകൾ അതിനെയാണ് നമ്മൾ ബ്രാൻഡ് ഇക്വിറ്റി എന്ന് പറയുന്നത്. ബ്രാൻഡ് ഇക്വിറ്റി സിംപിളി റെഫേഴ്സ് ടു ദി വാല്യൂ അസോസിയേറ്റഡ് വിത്ത് എ ബ്രാൻഡ്. അതായത് ആ പ്രൊഡക്റ്റിൻ്റെ ബ്രാൻഡിനെ കുറിച്ച് ആ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ബ്രാൻഡ് ഇക്വിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് എലമെൻറ്റ്സ് ഓഫ് ബ്രാൻഡ് ഇക്വിറ്റി. ബ്രാൻഡ് ഇക്വിറ്റി മെയിൻലി 4 ടൈപ്പാണുള്ളത്. ഫസ്റ്റ് ബ്രാൻഡ് അവെയർനെസ്, ബ്രാൻഡ് അസോസിയേഷൻ, ബ്രാൻഡ് ലോയൽറ്റി, പെർസീവ്ഡ് വാല്യൂ. അപ്പോൾ ബ്രാൻഡ് ഇക്വിറ്റിയുടെ എലമെൻറ്റ്സ് നമ്മൾ ബ്രാൻഡ് ഇക്വിറ്റി എന്താണെന്ന് നോക്കി. അതായത് ഒരു പ്രൊഡക്റ്റിൻ്റെ ബ്രാൻഡിനെ കുറിച്ച് കസ്റ്റമേഴ്സിൻ്റെ മൈൻഡിൽ ക്രിയേറ്റ് ചെയ്യുന്ന പോസിറ്റീവ് നെഗറ്റീവ് ഇമ്പാക്റ്റുകളെയാണ് നമ്മൾ ബ്രാൻഡ് ഇക്വിറ്റി എന്ന് പറയുന്നത്. ഈ ബ്രാൻഡ് ഇക്വിറ്റിയുടെ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് 4 ടൈപ്പാണുള്ളത്. ബ്രാൻഡ് അവെയർനെസ്, പെർസീവ്ഡ് വാല്യൂ, ബ്രാൻഡ് ലോയൽറ്റി, ബ്രാൻഡ് അസോസിയേഷൻ. ഫസ്റ്റ് പോയിന്റ് വരുന്നത് ബ്രാൻഡ് അവെയർനെസ്. നമുക്കറിയാം ബ്രാൻഡ് അവെയർനെസ് എന്ന് വെച്ചാൽ ഒരു ബ്രാൻഡിനെ കുറിച്ചുള്ള നമ്മുടെ കസ്റ്റമേഴ്സിനുള്ള അവെയർനെസ്. കൺസ്യൂമേഴ്സ് വിൽ റിപ്പീറ്റ്ലി ബൈ എ ഫെമിലിയർ ബ്രാൻഡ് ബിക്കോസ് ദേ ആർ കംഫോർട്ടബിൾ വിത്ത് ദ ബ്രാൻഡ്. ഇപ്പം നമുക്ക് അതിലും കുറേ ബ്രാൻഡുകളുണ്ടാവും നമ്മൾ റിപ്പീറ്റായിട്ട് വാങ്ങുന്നത്. നമ്മൾ ആ ബ്രാൻഡ് അല്ലാണ്ട് വാങ്ങില്ല. ഇപ്പോൾ കോസ്റ്റ്യൂംസിൽ പറയുകയാണെങ്കിൽ ലാക്മിയുടെ ഫേസ് ക്രീമാണ് മിക്കവാറും യൂസ് ചെയ്യുക. കാരണം എന്താ? ആ ബ്രാൻഡിനോടുള്ള നമ്മുടെ ലോയൽറ്റി അല്ലേ? അപ്പോൾ റിപ്പീറ്റ്ലി ബൈ എ ഫെമിലിയർ ബ്രാൻഡ് ബിക്കോസ് ദേ ആർ കംഫർട്ടബിൾ വിത്ത് ദ ബ്രാൻഡ്. ആ ബ്രാൻഡുമായിട്ട് നമ്മൾ കംഫർട്ടബിളാണ്. അതുകൊണ്ട് നമ്മൾ കോമ്പറ്റേറ്റീവിൻ്റെ പ്രൊഡക്റ്റിലേക്ക് പോകാണ്ട് ആ ബ്രാൻഡ് തന്നെ റിപ്പീറ്റായിട്ട് വാങ്ങിക്കൊണ്ടിരിക്കുക. കൺസ്യൂമേഴ്സ് വിൽ റിപ്പീറ്റ്ലി ബൈ എ ഫെമിലിയർ ബ്രാൻഡ് ബിക്കോസ് ദേ ആർ കംഫർട്ടബിൾ വിത്ത് ദ ബ്രാൻഡ്. ബ്രാൻഡ് അവെയർനെസ് മെഷേഴ്സ് ഹൗ മെനി കൺസ്യൂമേഴ്സ് ഇൻ ദ മാർക്കറ്റ് ആർ ഫെമിലിയർ വിത്ത് ദി ബ്രാൻഡ്. അതായത് ബ്രാൻഡ് അവെയർനെസ് എന്ന് പറഞ്ഞാൽ എത്ര കസ്റ്റമേഴ്സ് ആ ബ്രാൻഡിനെ പറ്റിയുള്ള നോളേജ് ഉണ്ട്, അതാണ് ബ്രാൻഡ് അവെയർനെസ്സിൽ മെഷർ ചെയ്യുന്നത്.
The more aware or familiar customers are with the brand, the easier their decision making process. കൂടുതൽ ഫെമിലിയർ ആണ് ആ ബ്രാൻഡിനെ കുറിച്ച് ഫെമിലിയർ ആണെങ്കിൽ അത്രയും ഈസി ആയിട്ട് അവർക്ക് ഡിസിഷൻ മേക്കിംഗ്, അതായത് ആ പ്രൊഡക്റ്റ് വാങ്ങാനായിട്ട് പറ്റും. നെക്സ്റ്റ് പറയുന്നത് പെർസീവ്ഡ് ക്വാളിറ്റി ഓർ പെർസീവ്ഡ് വാല്യൂ. എന്താണ് പെർസീവ്ഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ? It is the opinion of a consumer about a brand's capacity to meet his expectation or satisfy his need. അതായത് ഒരു കസ്റ്റമേഴ്സിൻ്റെ ഒപ്പീനിയൻ, അഭിപ്രായം ഓഫ് എ കസ്റ്റമർ എബൌട്ട് എ ബ്രാൻഡ് കപ്പാസിറ്റി, ഒരു പ്രൊഡക്റ്റിൻ്റെ ബ്രാൻഡിൻ്റെ കപ്പാസിറ്റി ടു മീറ്റ് ഹിസ് എക്സ്പെക്റ്റേഷൻ, ആ കസ്റ്റമേഴ്സിൻ്റെ എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യാനുള്ള ആ പ്രൊഡക്റ്റിൻ്റെ കപ്പാസിറ്റീനെയാണ് നമ്മൾ പെർസീവ്ഡ് ക്വാളിറ്റി ഓർ പെർസീവ്ഡ് വാല്യൂ, അതിനെക്കുറിച്ചുള്ള കസ്റ്റമേഴ്സിൻ്റെ ഒപ്പീനിയൻ, അതായത് ആ പ്രൊഡക്റ്റ് അവരുടെ നീഡിനെ സാറ്റിസ്ഫൈ ചെയ്തോ ഇല്ലയോ, അതാണ് പെർസീവ്ഡ് ക്വാളിറ്റിയിൽ പറയുന്നത്. നെക്സ്റ്റ്, വാട്ട് ഇൻഫ്ലുവൻസ് പെർസീവ്ഡ് ക്വാളിറ്റി ഓഫ് സർവീസ്. എന്തൊക്കെയാണ് ഈ പെർസീവ്ഡ് ക്വാളിറ്റീനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ഫസ്റ്റ്, അപ്പിയറൻസ്. സെക്കൻഡ്, റിലയബിലിറ്റി. തേർഡ്, കോമ്പിറ്റൻസ്. ഫോർത്ത്, റെസ്പോൺസീവ്നെസ്. ഫിഫ്ത്ത്, എംപ്റ്റി. These are the various factors which influence the perceived quality of service. അപ്പോൾ പെർസീവ്ഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഒരു കസ്റ്റമേഴ്സിൻ്റെ ഒപ്പീനിയൻ, ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ആ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചപ്പോൾ അവരുടെ നീഡ് സാറ്റിസ്ഫൈ ചെയ്തോ ഇല്ലയോ എന്നുള്ള കസ്റ്റമേഴ്സിൻ്റെ ഒപ്പീനിയനെയാണ് നമ്മൾ പെർസീവ്ഡ് ക്വാളിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വന്നത് ബ്രാൻഡ്. തേർഡ് വൺ, ബ്രാൻഡ് അസോസിയേഷൻ. Brand association refers to the mental link that consumers make between a brand and its key product attributes such as logo, slogan, or famous personality. Brand association often result from a firm's advertising and promotion efforts. ബ്രാൻഡ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ബൂസ്റ്റിൻ്റെ പരസ്യത്തിൽ ആരാ? സച്ചിൻ ടെണ്ടുൽക്കർ അല്ലേ? അപ്പോൾ ആ ബൂസ്റ്റിൻ്റെ ആ അംബാസിഡറോടുള്ള നമ്മുടെ ആരാധന, കുറേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ബ്രാൻഡ് അസോസിയേഷൻ. അല്ലെങ്കിൽ അതിൻ്റെ ലോഗോ, സ്ലോഗൻ. ഇപ്പോൾ ബൂസ്റ്റ് ഇപ്പോൾ അതിൻ്റെ സ്ലോഗൻ പറയുകയാണെങ്കിൽ ബൂസ്റ്റ് ഈസ് ദ എനർജി ഓഫ് മൈ ലൈഫ്, അങ്ങനെ. അപ്പോൾ അങ്ങനത്തെ സ്ലോഗൻ, അല്ലെങ്കിൽ ഫേമസ് പേഴ്സണാലിറ്റി, അല്ലെങ്കിൽ ബ്രാൻഡ് അസോസിയേഷൻസ്, അല്ലെങ്കിൽ അതിൻ്റെ ലോഗോ, ഇങ്ങനത്തെ കാര്യങ്ങൾ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് ബ്രാൻഡ് അസോസിയേഷൻ. ബ്രാൻഡ് അസോസിയേഷൻ റെഫേഴ്സ് ടു ദി മെൻ്റൽ ലിങ്ക് ദാറ്റ് കൺസ്യൂമേഴ്സ് മേക്ക് ബെറ്റർ എ ബ്രാൻഡ് ആൻഡ് ഇറ്റ്സ് കീ പ്രൊഡക്റ്റ് അട്രിബ്യൂട്ട്സ് സച്ചസ്. അതായത് കസ്റ്റമേഴ്സിന് ആ പ്രൊഡക്റ്റുമായിട്ട് അസോസിയേഷൻ വരാനായിട്ട് ഉപയോഗിക്കുന്ന അട്രിബ്യൂട്ട്സ്. അതിപ്പോൾ അഡ്വർടൈസ്മെൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ സെയിൽസ് പ്രൊമോഷൻ എഫേർട്സ്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ബൂസ്റ്റിൻ്റെ പരസ്യത്തിൽ ആരെ? സച്ചിൻ ടെണ്ടുൽക്കറിനെ. അങ്ങനെ കാണിക്കുമ്പോൾ തന്നെ കസ്റ്റമേഴ്സിന് ആ പ്രൊഡക്റ്റുമായിട്ടൊരു അസോസിയേഷൻ വരെയാണ്. അതുപോലെ അതിൻ്റെ സ്ലോഗൻ, ലോഗോ, ഇങ്ങനത്തെ എല്ലാം ബ്രാൻഡ് അസോസിയേഷനിൽ ഇൻക്ലൂഡഡ് ആണ്. നെക്സ്റ്റ് വന്നത് ബ്രാൻഡ് ലോയൽറ്റി. എന്താണ് ബ്രാൻഡ് ലോയൽറ്റി എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം ലോയൽ കസ്റ്റമേഴ്സ്, അതായത് ആ കമ്പനിയോട് ലോയൽ ആയിട്ടുള്ളത്. ബ്രാൻഡ് ലോയൽറ്റി ഒക്കേഴ്സ് വെൻ എ കൺസ്യൂമർ ബൈ ദ സെയിം ബ്രാൻഡ്സ് പ്രൊഡക്റ്റ് ഓർ സർവീസ് റിപ്പീറ്റ്ലി ഓവർ ടൈം റാദർ ദാൻ ബൈങ് ഫ്രം മൾട്ടിപ്പിൾ സപ്ലയേഴ്സ്. നമ്മൾ കുറേ സപ്ലയേഴ്സിൻ്റെ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങാതെ ഒരു കമ്പനിയുടെ മാത്രമേ വാങ്ങുള്ളൂ. ആ കമ്പനിയുടെ പ്രൊഡക്റ്റുമായിട്ട് നമ്മൾ കംഫർട്ടബിളായി, നമ്മൾ വേറൊരു കമ്പനീനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. അപ്പോൾ എവിടെ പോയാലും ആ പ്രൊഡക്റ്റ് മാത്രമേ പർച്ചേസ് ചെയ്യുള്ളൂ. അങ്ങനെ വരുമ്പോഴാണ് നമ്മളതിനെ ബ്രാൻഡ് ലോയൽറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സ് ഗോദ്രേജിൻ്റെ അലമാരി, അല്ലെങ്കിൽ ബാറ്റയുടെ ഷൂ, ഇങ്ങനത്തേനൊക്കെ ബ്രാൻഡ് ലോയൽറ്റി ഉണ്ട്. ആ കസ്റ്റമേഴ്സ് ഏത് കടയിൽ പോയാലും ബാറ്റയുടെ മഞ്ഞ പ്രൊഡക്റ്റ് വാങ്ങുള്ളൂ. അലമാരി വാങ്ങാൻ ചേർന്ന ഗോദ്രേജിൻ്റെ, അതിനെയാണ് ഈ ബ്രാൻഡ് ലോയൽറ്റി. അവർ വേറെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രൊഡക്റ്റിനെ കുറിച്ച് ചിന്തിക്കണേ ഇല്ല. അവരാകെ എന്താ ചെയ്യണുള്ളൂ? ആ ബ്രാൻഡ് തന്നെയാണ് കണ്ടിന്യൂസ് ആയിട്ട് വാങ്ങാൻ നോക്കുള്ളൂ. അപ്പോൾ ബ്രാൻഡ് ലോയൽറ്റി ഒക്കേഴ്സ് വെൻ എ കൺസ്യൂമർ ബൈ ദ സെയിം ബ്രാൻഡ്സ് പ്രൊഡക്റ്റ് ഓർ സർവീസസ് റിപ്പീറ്റ്ലി ഓവർ ടൈം റാദർ ദാൻ ബൈയിങ് ഫ്രം മൾട്ടിപ്പിൾ സപ്ലയറിൻ്റെ ഇത് വാങ്ങാതെ അവരാരുടെ മാത്രം വാങ്ങുള്ളൂ? ആ
പർട്ടിക്കുലർ ആയിട്ടുള്ള കമ്പനിയുടെ ബ്രാൻഡ് നോക്കിയിട്ട് ആ ഐറ്റം മാത്രമേ എവിടെയാണെങ്കിലും അവർ വാങ്ങുള്ളൂ. അങ്ങനെയുള്ള കസ്റ്റമേഴ്സിനെയാണ് നമ്മൾ ലോയൽ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്. ഇതാണ് ബ്രാൻഡ് ലോയൽറ്റി എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ്, അഡ്വാൻറ്റേജസ് ഓഫ് ബ്രാൻഡ് ഇക്വിറ്റി. ബ്രാൻഡ് ഇക്വിറ്റിയുടെ എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ്? 2 അഡ്വാൻറ്റേജസ് പറയുന്നത് അഡ്വാൻറ്റേജസ് ടു മാർക്കറ്റർ, അഡ്വാൻറ്റേജസ് ടു കൺസ്യൂമർ. എന്തൊക്കെയാണ് ഒരു മാർക്കറ്ററിന് ബ്രാൻഡ് ഇക്വിറ്റി കൊണ്ടുള്ള അഡ്വാൻറ്റേജസ്? ഫസ്റ്റ് വൺ, ഇറ്റ് ഇൻക്രീസസ് ദ എഫിഷ്യൻസി ആൻഡ് ഇഫക്റ്റീവ്നെസ് ഓഫ് മാർക്കറ്റിംഗ് പ്രോഗ്രാം. നമുക്കറിയാം, ഇപ്പോൾ ഒരു കമ്പനി ബ്രാൻഡ് ഇക്വിറ്റി ഉണ്ടെങ്കിൽ അവരെന്താ ചെയ്യുക, അവർ കൂടുതൽ എഫിഷ്യൻ്റ് ആവും. അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്റ്റ് ഇത്തിരി കൂടി ഇഫക്റ്റീവായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഒക്കെ ആ കമ്പനിക്ക് വരും. ഇറ്റ് ഇൻക്രീസസ് ദ എഫിഷ്യൻസി ആൻഡ് ഇഫക്റ്റീവ്നെസ് ഓഫ് മാർക്കറ്റിംഗ് പ്രോഗ്രാംസ്. ആ ഒരു ബ്രാൻഡ് ലോയൽറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബ്രാൻഡ് ഇക്വിറ്റി ക്രിയേറ്റ് ചെയ്ത കമ്പനികൾക്ക് കൂടുതൽ എഫിഷ്യൻറ്റും ഇഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സെക്കൻഡ് പോയിന്റ്, ഇറ്റ് അലൗസ് എ ഫേം ടു ഹാവ് ഗ്രേറ്റർ കസ്റ്റമർ ലോയൽറ്റി. കസ്റ്റമേഴ്സിൻ്റെ ലോയൽറ്റി പിടിച്ചു പറ്റാനായിട്ട്, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ബ്രാൻഡ് ഇക്വിറ്റിയുള്ള പ്രൊഡക്റ്റുകൾ കസ്റ്റമേഴ്സ് റിപ്പീറ്റായിട്ട് ആ പ്രൊഡക്റ്റ് തന്നെയാണ് പർച്ചേസ് ചെയ്യുള്ളൂ. അങ്ങനെ വരുമ്പോൾ അവർക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യും? അതുവഴി ബ്രാൻഡ് ലോയൽറ്റി. ഇറ്റ് അലൗ എ ഫേം ടു ഹാവ് ഗ്രേറ്റർ കസ്റ്റമർ ലോയൽറ്റി. ബ്രാൻഡഡ് പ്രൊഡക്റ്റ് ആണെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ എന്തുണ്ടാവും? ലോയൽറ്റി ഉണ്ടാവും. തേർഡ് പോയിന്റ്, ഇറ്റ് അലൗ എ ഫേം ടു ചാർജ് പ്രീമിയം പ്രൈസ്. അതായത് ഇപ്പം നമുക്ക് ഫസ്റ്റ് ഞാൻ പറഞ്ഞു ആപ്പിൾ ഫോണിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു. നമുക്ക് സാധാരണ 15,000 വാങ്ങാൻ കിട്ടും. പക്ഷേ ആപ്പിളിൻ്റെ ആണെങ്കിൽ നമുക്ക് 20,000 ആണെങ്കിലും നമ്മൾ ആ പ്രൊഡക്റ്റ് വാങ്ങും. അങ്ങനെ ബ്രാൻഡഡ് ഐറ്റംസിന് ബ്രാൻഡ് ലോയൽറ്റി ഇക്വിറ്റി ഉള്ള ഫേമുകൾക്ക് പ്രീമിയം പ്രൈസ് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. ഇറ്റ് അലൗ എ ഫേം ടു ചാർജ് പ്രീമിയം പ്രൈസ്. ഫോർത്ത് പോയിന്റ്, ഇറ്റ് അലൗ ഗ്രേറ്റർ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഗ്രോത്ത്. വളരാനായിട്ടുള്ള ഗ്രേറ്റർ ഓപ്പർച്യൂണിറ്റീസ്. നമുക്കറിയാം ലോയൽ ബ്രാൻഡുകൾക്ക്, അതായത് ബ്രാൻഡഡ് കമ്പനിക്കാർക്ക് കൂടുതൽ ഗ്രോത്തിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. ആ പ്രൊഡക്റ്റ് എന്തായാലും ലോയൽ കസ്റ്റമേഴ്സ് വാങ്ങും. അവർ പറഞ്ഞിട്ട് ബാക്കിയുള്ളവർ വാങ്ങും. അതുവഴി അവരുടെ ബിസിനസ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യിക്കാനായിട്ട് സാധിക്കും. ഫിഫ്ത്ത് പോയിന്റ്, ഇറ്റ് ഈസ് എ ഗുഡ് സോഴ്സ് ഓഫ് അച്ചീവിങ് ലിവറേജ് ഇൻ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ. ഡിസ്ട്രിബ്യൂഷൻ ചാനലിൽ ഗുഡ് ലിവറേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ബ്രാൻഡ് ലോയൽറ്റി ഹെൽപ്ഫുള്ളാണ്. സിക്സ്ത്, ഇറ്റ് പ്രൊവൈഡ് കോമ്പറ്റിറ്റീവ് അഡ്വാൻറ്റേജസ്. അതായത് അവരുടെ പ്രൊഡക്റ്റിൽ നിന്ന് ബാക്കിയുള്ള കോമ്പറ്റീറ്ററിൻ്റെ പ്രൊഡക്റ്റിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാക്കാനായിട്ട് ബ്രാൻഡ് ഇക്വിറ്റി ഹെൽപ്ഫുള്ളാണ്. നെക്സ്റ്റ്, അഡ്വാൻറ്റേജസ് ടു കൺസ്യൂമേഴ്സ്. നേരത്തെ പറഞ്ഞത് അഡ്വാൻറ്റേജസ് ടു മാർക്കറ്ററാണ്. ഇനി ഒരു ബ്രാൻഡ് ഇക്വിറ്റി കൊണ്ട് എന്താണ് ഒരു കൺസ്യൂമേഴ്സിനുള്ള അഡ്വാൻറ്റേജസ്? ഫസ്റ്റ് വൺ പറയുന്നത് ഇറ്റ് ഹെൽപ്പ് കസ്റ്റമേഴ്സ് ഇൻ ഇൻഫോർമേഷൻ പ്രോസസ്സിങ്. ഇൻഫോർമേഷൻസ്, ഇപ്പോൾ ഓരോ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് കിട്ടാനും നല്ല ബ്രാൻഡിനെ സെലക്ട് ചെയ്യാനും ആ പ്രൊഡക്റ്റ് വാങ്ങാനും ഇതിനൊക്കെ എന്ത് സഹായിക്കുന്നു? ബ്രാൻഡ് ഇക്വിറ്റി ഹെൽപ്ഫുള്ളാണ്. സെക്കൻഡ്, ഇറ്റ് എൻഹാൻസസ് കസ്റ്റമർ കോൺഫിഡൻസ് ഇൻ പർച്ചേസ് ഡിസിഷൻ. ഒരു പർച്ചേസ് ഡിസിഷൻ എടുക്കുമ്പോൾ, ഇപ്പോൾ ബ്രാൻഡഡ് പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ നമ്മൾ കോൺഫിഡൻ്റ് ആണ് അത് വാങ്ങാനായിട്ട്, അല്ലേ? ഇപ്പോൾ ആപ്പിളിൻ്റെ ഫോൺ വാങ്ങാൻ ഇത്ര റേറ്റ് ഉണ്ടെങ്കിലും നമ്മൾ കോൺഫിഡൻ്റ് ആണ്. എന്തുകൊണ്ടാണ്? ആ പ്രൊഡക്റ്റിൻ്റെ ബ്രാൻഡ് അത്രയും എന്താ പറയുക, കസ്റ്റമേഴ്സ് ആക്സെപ്റ്റ് ചെയ്ത് അത്രയും ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ് അവർ സെയിൽ ചെയ്യുള്ളൂ. ഇറ്റ് എൻഹാൻസസ്, അതാണ് പറയുന്നത്, ഇറ്റ് എൻഹാൻസസ് കസ്റ്റമർ കോൺഫിഡൻസ് ഇൻ പർച്ചേസ് ഡിസിഷൻസ്. തേർഡ് പോയിന്റ്, ഇറ്റ് ഗേവ് യൂസേജ് സാറ്റിസ്ഫാക്ഷൻ ടു കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സിന് യൂസേജ് സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്നു. അതായത് ഇപ്പോൾ ബ്രാൻഡഡ് ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ അവർ അത്രയും ഹൈ ക്വാളിറ്റിയിലാണ് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ എന്തുണ്ടാവും? യൂസേജ് സാറ്റിസ്ഫാക്ഷൻ കസ്റ്റമേഴ്സിന് കിട്ടും. ആ ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ സാറ്റിസ്ഫാക്ഷൻ കസ്റ്റമേഴ്സിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. So these are the various advantages of branding towards the marketer and consumer. Next we move to the difference between product and brand. Next, difference between product and brand. പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പ്രൊഡക്റ്റ് എവിടെ ക്രിയേറ്റ് ചെയ്യാം? ഫാക്ടറിയിൽ, അല്ലേ? ബ്രാൻഡ് എങ്ങനെയാണ്? ബ്രാൻഡ് ക്രിയേറ്റഡ് ഇൻ ദ മൈൻഡ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങളൊരു ചായപ്പൊടി, കോഫി പറയുകയാണെങ്കിൽ നമ്മുടെ മൈൻഡിലേക്ക് ആദ്യം ഓടി വരുന്നത് ഏതാ? നെസ്കേഫ്, അല്ലേ?
അതുപോലെ വേറെ കുറേ ബ്രാൻഡുകൾ ഉണ്ടെങ്കിലും നമ്മുടെ മൈൻഡിൽ കോഫി എന്നുള്ള പ്രൊഡക്റ്റ് അല്ല വന്നത്, അതിൻ്റെ ബ്രാൻഡാണ് വന്നത് അല്ലേ. അതാണ് പറയുന്നത് പ്രൊഡക്റ്റ് ആർ ക്രിയേറ്റഡ് ഇൻ ദ ഫാക്ടറി. പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ഫാക്ടറിയിലാണ്, ബട്ട് ബ്രാൻഡ്സ് ആർ ക്രിയേറ്റഡ് ഇൻ ദ മൈൻഡ്. കസ്റ്റമേഴ്സിൻ്റെ മൈൻഡിലാണ് ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യണത്. ഇപ്പോൾ കോഫി വാങ്ങാൻ പോണ്, നമ്മുടെ മൈൻഡിൽ അതിൻ്റെ ബ്രാൻഡാണ് വരാം, അല്ലാണ്ട് കോഫി എന്നുള്ള ഇതല്ല വരുന്നത്. അതാണ് പറയുന്നത് ബ്രാൻഡ്സ് ആർ ക്രിയേറ്റഡ് ഇൻ ദ മൈൻഡ്. ഫസ്റ്റ് ഡിഫറൻസ് മെയ്ഡ് ബൈ ദ കമ്പനി. നമുക്കറിയാം പ്രൊഡക്റ്റ് മെയിനായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാ? കമ്പനിക്കാരാണ്. കമ്പനിയാണ് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ബ്രാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതോ ബ്രാൻഡ് മെയ്ഡ് ബൈ കസ്റ്റമേഴ്സ്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങാൻ പോണ്, അതിൻ്റെ ബ്രാൻഡ് നമ്മുടെ ഉള്ളിലാണ് വരുന്നത്, അല്ലാണ്ട് ആ പ്രൊഡക്റ്റ് അല്ല വരുന്നത്, അതിൻ്റെ ബ്രാൻഡാണ്. അതാണ് പറയുന്നത് മെയ്ഡ് ബൈ കസ്റ്റമേഴ്സ്. ബ്രാൻഡ് ഈസ് മെയ്ഡ് ബൈ കസ്റ്റമേഴ്സ്. സെക്കൻഡ്, ക്യാൻ ബി കോപ്പീഡ് ബൈ കോമ്പറ്റീറ്റേഴ്സ് അറ്റ് എനി ടൈം. നമുക്കറിയാം ഇപ്പോൾ ഒരു സോപ്പ് മാനുഫാക്ചറിങ് കമ്പനിയാണെങ്കിൽ ആ സോപ്പിൻ്റെ കാര്യങ്ങളൊക്കെ വെച്ച് കോമ്പറ്റീറ്റേഴ്സിന് പ്രൊഡക്റ്റ് പേര് മാറ്റി കോപ്പി ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ നമുക്ക് ബ്രാൻഡ്, ഇപ്പോൾ ട്രേഡ് മാർക്കൊക്കെ ഉള്ള ബ്രാൻഡാണെങ്കിൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ആ കോപ്പി ചെയ്യാനായിട്ട് പറ്റില്ല. അതാണ് സെക്കൻഡ് പോയിന്റ്. ക്യാൻ ബി കോപ്പീഡ് ബൈ കോമ്പറ്റീറ്റേഴ്സ് അറ്റ് എനി ടൈം. അത് കോപ്പി ചെയ്യാൻ പറ്റും പ്രൊഡക്റ്റ്. ബ്രാൻഡോ, ബ്രാൻഡ് കനോട്ട് ബി കോപ്പീഡ് ബൈ കോമ്പറ്റീറ്റേഴ്സ്. കോമ്പറ്റീറ്റേഴ്സിന് ബ്രാൻഡ് കോപ്പി ചെയ്യാനായിട്ട് പറ്റില്ല. തേർഡ് പോയിന്റ്, ക്യാൻ ബി ഒബ്സലോട്ട്. അതായത് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വേണമെങ്കിൽ ഒബ്സലോട്ട് ചെയ്യാൻ പറ്റും. ബ്രാൻഡ് ക്യാൻ ബി ടൈംലെസ്. ടൈംലെസ് ആണ് ഏത് ബ്രാൻഡ്. ഫോർത്ത്, പെർഫോം എ ഫങ്ഷൻ. നമുക്കറിയാം ഒരു പ്രൊഡക്റ്റ് അതിൻ്റെ ഫങ്ഷൻ പെർഫോം ചെയ്യണം. ഇപ്പം നമ്മൾ ഒരു സോപ്പ് വാങ്ങണമെങ്കിൽ അതിൻ്റെ ഫങ്ഷൻ എന്താ? അത് ബാത്തിങ്ങിന് യൂസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഫങ്ഷനാണ് സോപ്പ് പെർഫോം ചെയ്യുന്നത്. അതാണ് പറയുന്നത് പ്രൊഡക്റ്റ് പെർഫോം എ ഫങ്ഷൻ. ബ്രാൻഡോ, ബ്രാൻഡ് ഓഫർ ആൻ ഇമോഷൻ. ഇപ്പം നമുക്ക് ബാറ്റ അല്ലെങ്കിൽ ബൂസ്റ്റ് ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ ഒരു ഇമോഷനാണത്. ആ പ്രൊഡക്റ്റിനോടുള്ള നമ്മുടെ ഇമോഷനാണ് അത് കാണിക്കുന്നത്. അപ്പോൾ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ പെർഫോം എ ഫങ്ഷൻ. ഒരു ഫങ്ഷനാണ് പ്രൊഡക്റ്റ് പെർഫോം ചെയ്യുന്നത്. ബ്രാൻഡ് ഓഫർ ആൻ ഇമോഷൻ. ഇമോഷനാണ് ഓഫർ ചെയ്യുന്നത്. ഫിഫ്ത്ത് പോയിന്റ്, കസ്റ്റമേഴ്സ് ഡു നോട്ട് ഫാൾ ഇൻ ലവ് വിത്ത് പ്രൊഡക്റ്റ്. ഒരു പ്രൊഡക്റ്റുമായിട്ട് കസ്റ്റമേഴ്സ് ലവ് ആവില്ല. അതായത് അവരെപ്പോൾ വേണമെങ്കിലും കോമ്പറ്റീഷൻ്റെ പ്രൊഡക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് പോകും. പക്ഷേ കസ്റ്റമേഴ്സ് ഫാൾ ഇൻ ലവ് വിത്ത് ബ്രാൻഡ്. ബ്രാൻഡ് ഇപ്പം നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ്, നല്ല ബ്രാൻഡുള്ള ഐറ്റംസിനോട് കസ്റ്റമേഴ്സിന് എപ്പോഴും ലവ് ആയിരിക്കും. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഗോദ്രേജിൻ്റെ അലമാരി അല്ലെങ്കിൽ ബാറ്റയുടെ ഷൂ, ഇതൊക്കെ കുറേ നാളായിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോഴും കസ്റ്റമേഴ്സിന് ആ പ്രൊഡക്റ്റിനോട് ഇഷ്ടമാണ്. ആ പ്രൊഡക്റ്റ് തന്നെയാണ് പോയി കഴിഞ്ഞാൽ വാങ്ങുള്ളൂ. അതാണ് കസ്റ്റമേഴ്സ് ഫാൾ ഇൻ ലവ് വിത്ത് ബ്രാൻഡ്, ബട്ട് കസ്റ്റമേഴ്സ് ഡു നോട്ട് ഫാൾ ഇൻ ലവ് വിത്ത് ദി പ്രൊഡക്റ്റ്. സിക്സ്ത് പോയിന്റ്, പ്രൊഡക്റ്റ് ഫുൾഫിൽ നീഡ്. നീഡിനെ ഫുൾഫിൽ ചെയ്യുന്നതാണ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ബ്രാൻഡോ, ഫുൾഫിൽ വാണ്ട്. വാണ്ടുകളാണ് ഏത് ഫുൾഫിൽ ചെയ്യുക? ബ്രാൻഡ്. അപ്പോൾ നീഡ് ഫുൾഫിൽ ചെയ്യുന്ന പ്രൊഡക്റ്റാണ്. അതായത് എന്തിനു വേണ്ടിയാണോ വാങ്ങിയത് ആ നീഡ് ഫുൾഫിൽ ചെയ്യുന്ന പ്രൊഡക്റ്റാണ് ഒരു വാണ്ട്. അതായത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, വാങ്ങുന്ന ഐറ്റംസ് സാറ്റിസ്ഫൈ ചെയ്യാന്നുള്ളൊരു വാണ്ട്, അത് ഫുൾഫിൽ ചെയ്യുന്നതാണ് ബ്രാൻഡ്. അപ്പോൾ പ്രൊഡക്റ്റും ബ്രാൻഡും പറയുമ്പോൾ പ്രൊഡക്റ്റ് ആർ ക്രിയേറ്റഡ് ഇൻ ദ ഫാക്ടറി ബട്ട് ബ്രാൻഡ്സ് ആർ ക്രിയേറ്റഡ് ഇൻ ദ മൈൻഡ്. പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ഫാക്ടറിയിലാണ്, ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നത് എവിടെ? കസ്റ്റമേഴ്സിൻ്റെ മൈൻഡിൽ. അപ്പോൾ ഫസ്റ്റ് ഡിഫറൻസ് ഒന്നുകൂടി നോക്കാം. പ്രൊഡക്റ്റ് ആൻഡ് ബ്രാൻഡ്. പ്രൊഡക്റ്റ് മെയ്ഡ് ബൈ ദ കമ്പനി. കമ്പനിയാണ് പ്രൊഡക്റ്റ് മെയ്ഡ് ചെയ്യുന്നത്. ബ്രാൻഡ് മെയ്ഡ് ചെയ്യുന്നത് കസ്റ്റമറാണ്. പ്രൊഡക്റ്റ് എപ്പോൾ വേണമെങ്കിലും കോപ്പി ചെയ്യാൻ പറ്റും കോമ്പറ്റീറ്റേഴ്സിന്, പക്ഷേ ബ്രാൻഡ് കനോട്ട് ബി കോപ്പീഡ് ബൈ കോമ്പറ്റീറ്റേഴ്സ്. തേർഡ് പോയിന്റ്, ക്യാൻ ബി ഒബ്സലോട്ട്. എപ്പോൾ വേണമെങ്കിലും ഒബ്സലോട്ട് ചെയ്യാം. ക്യാൻ ബി ടൈംലെസ്. ഫോർത്ത് പോയിന്റ്, പെർഫോം എ ഫങ്ഷൻ. ബ്രാൻഡിൽ ഓഫർ ആൻഡ് ഇമോഷൻ. ഇമോഷനാണ് ഈ ബ്രാൻഡ് എന്ന് പറയുന്നത്, പർട്ടിക്കുലർ പ്രൊഡക്റ്റിനോടുള്ള ഇമോഷൻസ്. ഫിഫ്ത്ത്, കസ്റ്റമേഴ്സ് ഡു നോട്ട് ഫാൾ ഇൻ ലവ് വിത്ത് പ്രൊഡക്റ്റ്. ഒരു പ്രൊഡക്റ്റിനോട് കസ്റ്റമേഴ്സിന് ഒരിക്കലും ലവ് ഉണ്ടാവില്ല, പക്ഷേ അവർക്ക് ബ്രാൻഡിനോടായിരിക്കും ലവ്, അല്ലെങ്കിൽ ഒരു ഇമോഷനൊക്കെ വരുന്നത് ബ്രാൻഡിനോടാണ്. സിക്സ്ത് പോയിന്റ്, പ്രൊഡക്റ്റ് ഫുൾഫിൽ നീഡ്. നീഡ് ഫുൾഫിൽ ചെയ്യുന്നത് പ്രൊഡക്റ്റാണ്, വാണ്ട് ഫുൾഫിൽ ചെയ്യുന്നത് ബ്രാൻഡാണ്.
ഓക്കെ, നമുക്കിനി അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ സബ്മിറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ അവറിൻ്റെ അറ്റൻഡൻസ് കിട്ടുള്ളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മീൻ ബൈ ബ്രാൻഡ് ഇക്വിറ്റി? സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ എലമെൻറ്റ്സ് ഓഫ് ബ്രാൻഡ് ഇക്വിറ്റി? തേർഡ്, വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബ്രാൻഡ് ആൻഡ് പ്രൊഡക്റ്റ്? ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ടൈമിൽ എനിക്കിത് ഫില്ല് ചെയ്തിട്ട് സെൻഡ് ചെയ്ത് തരാം. ഓക്കെ, താങ്ക് യു.